നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ചില ആളുകൾ പറയും 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറോ കിട്ടിയാൽ പോലും ഇന്ന് തികയുന്നില്ലെന്ന്. അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ സമയം തികയുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അതായത് 1440 മിനിറ്റാണ്. അതിലൊരു 10 മണിക്കൂർ നമ്മൾ ഉറങ്ങാനെടുക്കും. ഇപ്പോൾ 12 തൊട്ട് വെളുപ്പിനെ 6 മണി വരെ അപ്പോൾ 8 മണിക്കൂർ. പിന്നെ രാത്രി 10 തൊട്ട് 12 അല്ലെങ്കിൽ 11:59 വരെ 12 വയ്ക്കാം. അപ്പം 8-നുണ്ട് 10 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞത് 60 മിനിറ്റാണ്. അപ്പോൾ 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 600 മിനിറ്റാണ്. അപ്പോൾ ഈ 1440 മിനിറ്റിൽ നിന്നും 600 മിനിറ്റ് കുറയ്ക്കുമ്പോൾ ശേഷിക്കുന്നത് 840 മിനിറ്റാണ്. അപ്പോൾ ഈ 840 മിനിറ്റാണ് നമുക്കിനിയുള്ളത്. ഈ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമാണ്. ഇപ്പോൾ പാവപ്പെട്ടവനോ പണക്കാരനോ ദരിദ്രനോ അല്ലെങ്കിൽ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ഈ സമയം എല്ലാം തുല്യമാണ്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നില്ലേ, ഇപ്പോൾ സമയം കിട്ടുന്നില്ല. ഇപ്പോൾ കുട്ടികൾ പറയും ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ വർക്ക് പെൻഡിങ് വന്നാൽ പറയും സമയം കിട്ടില്ല എന്ന് പറയും. വ്യായാമം ചെയ്തില്ലെന്ന് വയ്ക്കും, അതിന് സമയം കിട്ടില്ല എന്നേ പറയത്തുള്ളൂ. സത്യത്തിൽ സമയം ഉണ്ട്, പക്ഷെ ആ സമയം അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലോ അല്ലെങ്കിൽ പോകുന്നതുകൊണ്ടാണ് അവർക്ക് ആ സമയം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ സമയം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ ആ സന്തോഷത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ടാണ് അവർ ആ സമയം ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ മൊബൈൽ കണ്ട് ഇരുന്ന് അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇരുന്ന് പോകുമ്പം ആ സമയം നഷ്ടപ്പെട്ടു പോകും. അപ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. സമയം എല്ലാവർക്കും തുല്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ വെറുതെ സംസാരിച്ച് സമയം കളയുന്നവരുണ്ട്, അല്ലാതെ വേറെ തെറ്റുകൾ ചെയ്ത് സമയം കളയുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് സമയം നഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലാതെ വെറുതെ സമയം കളയുന്നവരും ഉണ്ട്. പകരം നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനോ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ആ സമയം ഉപയോഗിക്കാം. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും തുല്യമാണ്. അതിലാർക്കും കൂടുതലുമില്ല കുറവുമില്ല, തുല്യരാണ്. അതുകൊണ്ട് ആ സമയം നന്നായി ഉപയോഗിക്കുക. സമയം ഒരിക്കലും പാഴാക്കരുത്.